ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന 2-3 കാര്യങ്ങളാണ്. അതായത് ഇപ്പം പ്രധാനമായിട്ടും 2 കാര്യങ്ങളുണ്ട്. ഒന്നാമതായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ടോറി ഗവൺമെൻറ് അവരുടെ അധികാരത്തിൽ ഇരുന്ന സമയത്ത്, അതായത് ഇലക്ഷനൊക്കെ വരുന്നതിന് മുന്നായിട്ട് ഇങ്ങനെ ഒരു ഡിപ്പെൻഡൻറ്റിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള സാലറി ത്രെഷ് ഇൻക്രീസ് ചെയ്യുമെന്ന് പറഞ്ഞായിരുന്നു. അതായത് ഒരു 29,000 പൗണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരാൻ പറ്റുള്ളൂ എന്നുള്ള നിയമമാക്കിയായിരുന്നു. അപ്പോൾ അതവർ ഈ വർഷം അവസാനത്തോടുകൂടി 34,500 ആക്കും. അടുത്ത വർഷത്തോടുകൂടി 38,700 ആക്കും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അവർ അനൗൺസ് ചെയ്തിരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ടോറി ഗവൺമെൻറ്റിൻ്റെ ഭരണകാലത്ത്, അതായത് ശ്രീ സുനകിൻ്റെ അവർ ഭരിച്ചിരുന്ന സമയത്ത് അവസാനം അവരുടെ ഇലക്ഷന് മുമ്പായിട്ടൊക്കെ ഇൻഫ്ലേഷൻ റേറ്റ് കുറഞ്ഞായിരുന്നു. ഒരു 2% പഴയ ഒരു നിലയിലേക്ക് വന്നായിരുന്നു. അപ്പോൾ അവർ പെട്ടെന്നൊരു ഇലക്ഷൻ പ്രഖ്യാപിച്ചു. കാരണം അവർ വിചാരിച്ചു ഇങ്ങനെയൊക്കെ നല്ല ഇൻഫ്ലേഷൻ റേറ്റൊക്കെ കുറഞ്ഞ സമയത്ത് ഇലക്ഷൻ നടത്തുവാണെങ്കിൽ അവർ വിജയിക്കും എന്നുള്ളൊരു ചെറിയൊരു കണക്കുകൂട്ടലിൽ അവർ ഇലക്ഷൻ നടത്തിയെങ്കിലും അവർക്ക് പരാജയം സംഭവിച്ചത്. ലേബർ ഗവൺമെൻറ് അധികാരത്തിൽ കയറി. അപ്പോൾ ലേബർ ഗവൺമെൻറ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്, അതായത് നമ്മുടെ ഹോം സെക്രട്ടറി യുവറ്റ് കൂപ്പർ പറഞ്ഞിരിക്കുന്നത്, ഈ സാലറി ത്രെഷോൾഡ് ഇൻക്രീസ് ചെയ്യുമെന്ന് പറഞ്ഞത് ഇപ്പം പോസ് ചെയ്യാൻ പോവുകയാണെന്ന്. അത് പ്രാബല്യത്തിൽ വരുത്തുന്നില്ല. ഏതായാലും എന്നുള്ള ഒരു ഉറപ്പാണ് നമ്മുടെ ഹോം സെക്രട്ടറി ഇപ്പോൾ തന്നിരിക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ മലയാളികൾക്ക് അതുപോലെയുള്ള ഇമിഗ്രൻസിനെല്ലാം ഒരു വലിയൊരു ആശ്വാസമാണ്. സാലറി ത്രെഷോൾഡ് 29,000 ആയിക്കഴിഞ്ഞാൽ പിന്നെ ശരിക്കും ഭൂരിഭാഗം ആൾക്കാർക്കും അവരുടെ ഫാമിലിയെ കൊണ്ടുവരാൻ പറ്റാതാകും. അപ്പോൾ അത് മാറ്റി ഇപ്പോഴുള്ള നിലയിൽ തന്നെ ഇൻക്രീസ് ചെയ്യാതെ തുടരുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് ഇപ്പോൾ നമുക്കുള്ളത്. അതുകൊണ്ട് അങ്ങനെ ഒരു നല്ല കാര്യമാണ് നമ്മുടെ ലേബർ ഗവൺമെൻറ് ഇവിടെ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു ഗുഡ് ന്യൂസ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് NHSലെ ശമ്പള വർധനവ്. ഇപ്പം നേഴ്സുമാർക്ക്, അതുപോലെ തന്നെ NHSൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും ഒരു 5%, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവർക്കും 5.5% സാലറി ഇൻക്രീസ് ആണ് വന്നിരിക്കുന്നത്. അതും ഒരു വളരെ ഗുണകരമായ കാര്യമാണ്. ഇത് വലിയ എമൗണ്ട് കിട്ടുകയില്ലെങ്കിൽ പോലും ഒരു ചെറിയൊരു എമൗണ്ടെങ്കിലും ഒരു കൂടുതൽ കിട്ടുക എന്നുള്ളത് ഒരു വളരെ നല്ല കാര്യമാണ്. പിന്നെ മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത് എന്നാന്ന് ചോദിച്ചാൽ, ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടായിരുന്നല്ലോ, ലണ്ടനിൽ ഇങ്ങനെ ലഹള നടക്കുന്നുണ്ട്. അതായത് കഴിഞ്ഞ ദിവസം പിന്നെ ഒരു ഡാൻസ് ഹാളിലുണ്ടായ, അതായത് ഡാൻസ് ക്ലാസ്സിലുണ്ടായ നൈഫ് ആക്രമണത്തിൽ 3 കുട്ടികൾ മരിച്ചു. കൂടുതൽ പേര് ആശുപത്രിയിൽ കിടപ്പുണ്ട്. അപ്പോൾ ഇതിനൊക്കെ എതിരായിട്ട് ഇവിടുത്തെ ആൾക്കാർ നമ്മുടെ ഇമിഗ്രൻസിനെ ആക്രമിക്കുന്ന ഒരു സ്വഭാവം വന്നിട്ടുണ്ട്. അവർക്കെതിരായിട്ട് അവർ പ്രക്ഷോഭം നടത്തുന്ന ഒരു രീതിയിലേക്ക് വന്നിരിക്കുകയാണ്. അത് ഞാൻ പറഞ്ഞല്ലോ, ഇവിടുത്തെ ഒരു റീഫോം പാർട്ടി എന്ന് പറഞ്ഞ ആ പാർട്ടിയുടെ ആഹ്വാനം അനുസരിച്ചിട്ട് ആണ് ഇപ്പോൾ. അപ്പോൾ ഈ വീക്കെൻഡിൽ, അതായത് ഈ ശനി ഞായറും ഒക്കെ കൂടുതൽ അക്രമങ്ങൾ, അവരുടെ പ്രതിഷേധം നടക്കുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആൾക്കാരൊക്കെ കൂടുതലായിട്ടും വെളിയിലോട്ട് ഇറങ്ങി നടക്കാതെയും എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ വെളിയിൽ ഇറങ്ങിയാൽ പെട്ടെന്ന് തന്നെ തിരിച്ചു വരാനും വീട്ടിൽ വരാനും അത്യാവശ്യത്തിന് മാത്രം വെളിയിൽ ഇറങ്ങേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. കൂടുതലായിട്ട് ഇങ്ങനെ മെയിൻ സിറ്റികളിൽ കൂടി ഉള്ളവരൊക്കെ ഒത്തിരി ശ്രദ്ധിക്കണം. ഈ കഴിഞ്ഞ ദിവസം തന്നെ ഇങ്ങനെ ഒരു വീഡിയോ കണ്ടതാണ്. ചുമ്മാ നടന്നു പോയിരുന്നു. ഇപ്പോൾ ഇവരിങ്ങനെ കൂട്ടം കൂടി നിൽക്കുമായിരുന്നു. ഇങ്ങനെ ഈ പാർട്ടിയുടെ ആൾക്കാരായിരിക്കും. അപ്പം ഒരു വീഡിയോ ഉണ്ട്. അപ്പോൾ ചുമ്മാ നടന്നു വന്നിരുന്ന ഒരു ഇമിഗ്രൻ്റ് ആയിട്ടുള്ള ഒരാൾ, അത് ആരാ എവിടുത്തുകാരനാ അങ്ങനെയൊന്നും അവരന്വേഷിക്കുന്നില്ല, ചുമ്മാ പിടിച്ച് ആക്രമിക്കുക ചെയ്തത്. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എല്ലാവരും നല്ലപോലെ ശ്രദ്ധിച്ചിരിക്കണേ. എല്ലാവരും വെളിയിലിറങ്ങുവാണേലും അത്യാവശ്യത്തിന് മാത്രം വെളിയിലിറങ്ങിയാലും വേഗം പോയിട്ട് തിരിച്ചു വരിക. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഇപ്പോൾ ഈ ക്രൈം നടത്തിയ ഒരു 17-year-old ബോയ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അവരുടെ അദ്ദേഹത്തിൻ്റെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തിയിട്ടുണ്ട്.
ഇത് റുവാണ്ടൻ പേരൻസിൻ്റെ മകനാണെന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടെ വർഷങ്ങളായിട്ടുള്ള ഇവിടെ ജനിച്ച ആളാണ് ഈ സസ്പെക്റ്റ്. പേര് അക്സൽ മുഗാൻവ എന്നാണ് പേര്. പക്ഷേ എന്നാണേലും ഇത് ഇമിഗ്രൻസ് ആണല്ലോ. അതിപ്പം അവർ മൊത്തത്തിൽ ഇമിഗ്രൻസിനെതിരായിട്ടുള്ള ഒരു ഒരു പ്രക്ഷോഭം പോലെ ഇപ്പം ഇത് ഈ റീഫോം പാർട്ടി എന്ന് പറയുന്നത് തന്നെ ഇമിഗ്രൻസ് ആൻറ്റി ഇമിഗ്രൻ്റ് പാർട്ടിയാണ്. അപ്പോൾ അവർ മൊത്തത്തിൽ ഇമിഗ്രൻസിന് എതിരായിട്ടുള്ളൊരു നിലപാടാണ് എടുത്തിരിക്കുന്നത്. അങ്ങനെയുള്ളൊരു പ്രക്ഷോഭമാണ് ഇപ്പം നടക്കുന്നതെന്നുള്ളതാണ് അറിവ്. അതുകൊണ്ട് എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ കൂടുതൽ കുഴപ്പങ്ങളൊന്നും ഉണ്ടാകുകയില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എല്ലാവരും സേഫായിട്ടിരിക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബായ്.